ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബീഫ് കൊണ്ടാട്ടം എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബീഫ് ഒന്ന് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടും കണ്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഞാനിത് വേവിച്ചതിന് ശേഷമാണ് കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് കഷ്ണം വെട്ടിയിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം, അങ്ങനെ ചെയ്യാം. ഒരു പകുതി വേവ് മതി, നമുക്കിത് പൊരിക്കാനുള്ളതാണ്. അപ്പോൾ നല്ലോണം വെന്താൽ ആകെ ഇങ്ങനെ ഉടഞ്ഞു പോകും. നമ്മൾ അരിഞ്ഞെടുത്ത ബീഫൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക. പിന്നെ ഞാനിതൊക്കെ ഇട്ട് കൊടുക്കുന്നത് മുളകും പൊടിയാണ്. അപ്പോൾ കാശ്മീരി മുളകും പൊടിയാണെങ്കിൽ നല്ലതാണ്, കാരണം നല്ല കളർ ഉണ്ടാകും. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകും പൊടിയാണ്. അപ്പോൾ കുരുമുളകും പൊടിയൊക്കെ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക, കുറച്ച് എരിവ് ഉണ്ടാകുമ്പോഴാണ്, കാരണം അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. അപ്പോൾ മൈദപ്പൊടി 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്കിതൊക്കെ 1 സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ടയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ബീഫിൽ ഉപ്പിട്ടതുകൊണ്ട് നല്ലോണം ഒന്നും ഉപ്പിടരുത്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് സുറുക്കയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കുക. നമുക്കിത് വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം പൊരിച്ചെടുക്കുക. ഞാൻ 2 ട്രിപ്പായിട്ടാണ് പൊരിച്ചെടുത്തത്. അപ്പോൾ നമ്മളെ ബീഫ് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ, ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽമുളക്, പിന്നെ പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വലിയ ഉള്ളിയാണ്, പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, മല്ലിച്ചപ്പിൻ്റെ ഇല വേണം, പിന്നെ ടൊമാറ്റോ സോസ് വേണം. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് വറ്റൽമുളക് പൊടിച്ചതും കൂടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാ നീരാണ്. ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച എണ്ണ ഉണ്ടാവില്ല, അത് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടായി വന്നിട്ട് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചതൊക്കെ അല്ലേ, ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ ഉള്ളി അരിഞ്ഞ് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഇത് വേവിച്ചപ്പോഴും ഒക്കെ ഉപ്പിട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് ഉപ്പ് കയറും. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ മുളകും പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കാശ്മീരി മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, അതാകുമ്പോൾ നല്ല നിറം ഉണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അത് 1 സ്പൂൺ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ കുറച്ച് വറ്റൽമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊക്കെ നാരങ്ങൻ്റെ നീരൊഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ ഇത് കഴിക്കണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ബീഫൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.